ആരാധകരൊക്കെ പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഡി മരിയെ മിസ് ചെയ്യുന്നുണ്ടോ അറിയാം. അങ്ങനെ പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. വിരമിച്ച് പോയ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പം മറഡോണ ഉണ്ടായിരുന്നെങ്കിൽ, ബാറ്റിസ്റ്റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഡി മരിയ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാലും ചോദിക്കുകയാണ്, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലൊക്കെ, കഴിഞ്ഞ ഈവൻ കോപ്പ അമേരിക്ക പോലും അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടോ? അതുപോലൊരു താരത്തെ മിസ് ചെയ്യുന്നുണ്ടോ അർജന്റീന? യാതൊരു സംശയമില്ല. എന്താ കാരണം എന്ന് വെച്ചെങ്കിൽ, ഒന്നാമത് നമ്മളൊരു മെസ്സി ഡിമരിയ കോംബോ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, അവർ കൊടുത്ത് എന്താ പറയുക, കൊണ്ടും കൊടുത്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏഞ്ചൽ മെരിയ ഒറ്റയ്ക്കും വളരെ ഡേഞ്ചറസ് ആയിട്ട് ബോക്സിലേക്കൊക്കെ ഒറ്റകൊണ്ട് സോളോ അറ്റംപ്റ്റിനൊക്കെ ശ്രമിക്കുന്ന, കഴിഞ്ഞ കളിയിലൊക്കെ പെനാൽറ്റി കിട്ടാനുള്ള കാരണം ഏഞ്ചൽ മെരിയ അങ്ങനെയുള്ള തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. സൂപ്പർ സബ് ആക്കിയിട്ട് അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ഇറക്കാൻ പറ്റുന്ന പേജിന്റെ പരിമിതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ അതുപോലെയുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്ന നിലവിൽ ഇപ്പോൾ അർജന്റീനയ്ക്ക് ഇല്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ്. ഇപ്പോൾ വേറെ ഇപ്പം നിലവിലിപ്പോൾ അപ്പോൾ ഒരു എന്താ പറയുക, മെസ്സി ഡിപ്പെൻഡൻ്റ് ആണ് മൊത്തത്തിൽ. മെസ്സി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ വേറൊരു അപകടകരമായ രീതി വേറെ പ്ലേയേഴ്സ് അവിടേക്ക് പോകുന്നു നമ്മൾ കാണുന്നില്ല. അതാണ് ഒരു മാജിക്കൽ മൊമെന്റ് സമ്മാനിക്കാൻ വേറൊരാളില്ല എന്നുള്ളൊരു ഫീലാണ്. ഡിമരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ, കോപ്പ അമേരിക്ക 2021 കപ്പടിക്കുമ്പോൾ ഡിമരിയാണ് ഗോൾ അടിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും അദ്ദേഹത്തിന് സംഭാവന ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ അർജന്റീനയ്ക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ മാജിക്കൽ മൊമെൻറ്റുകൾ അദ്ദേഹം കൂടി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ സുഹൃത്തുക്കളുടെ ആ ഒരു വാദം ശരിയാണ്, ഡിമരിയെ മിസ് ചെയ്യുന്നു എന്നുള്ളത്. ആ ഭാഗത്തേക്ക് അങ്ങനെ അൽമേഡയൊക്കെ കടന്നു വരുന്നൊക്കെ പലരും വിചാരിച്ചിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ വിരമിച്ച് പോയ ആൾക്കാരെ കുറിച്ച് അദ്ദേഹം സ്വയം വിരമിച്ചതാണ്, ടീമിലേക്ക് കൊളപ്പ് ചെയ്യാതിരുന്നതല്ല. അദ്ദേഹം വിരമിച്ച് മതി, നിർത്തുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം വിരമിക്കുന്ന ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഒരു പരിധിക്കപ്പുറം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ മെസ്സിയെ പോലെയുള്ള ഒരാൾ തുടരുന്ന പോലെയല്ല അത്.